ഹലോ ഡിയേഴ്സ്, നമ്മുടെ എലിപ്സ് വളരെ സിമ്പിളാണ്. എലിപ്സിന് എന്തുണ്ടാകും? ഒരു ഫോസൈ ഉണ്ടാകും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എ 2a ആണ്. 2a 26 എന്നാണ്. അപ്പോൾ എ അവിടുന്ന് കിട്ടും, അതിൻ്റെ പകുതിയാണ്. എ ഇങ്ങോട്ട് 26/2, അപ്പോൾ 13 അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കാണാനാണ്. മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2b ആണ്. അതിന് ബി കിട്ടണം. ബി എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നോക്കുക നിങ്ങൾ. മേജർ ആക്സിസിൻ്റെ നീളം 2a ആണ്, അത് 26 ആണെങ്കിൽ എ എന്താണ്? 13 നമുക്ക് പിന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഫോക്കസ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫോക്കസ് എന്താണ്? +or-5 ആണ്. അപ്പോൾ C5 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ മൈനർ ആക്സിസ് കാണാൻ ബി ആണ് വേണ്ടത്. ബി എങ്ങനെ കിട്ടും? ഇക്വേഷൻ ഉണ്ട് എലിപ്സിൽ, C² = A² - B². അപ്പോൾ എലിപ്സിൻ്റെ എ തന്നു. മേജർ ആക്സിസിൻ്റെ നീളം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എ കണ്ടുപിടിക്കാം. മേജർ ആക്സിസിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ് എ. ഫോക്കസ് പോയിന്റ് തന്നാൽ സിയും കിട്ടി. അപ്പോൾ സി കൊടുക്കുക. ഫോക്കസ് പോയിന്റ് 5² - എ മേജർ ആക്സിസിൻ്റെ നീളത്തിൻ്റെ പകുതി. അപ്പം അത് 13² - B² ആണ് കാണേണ്ടത്. അപ്പം B² ഇങ്ങോട്ടേക്ക് എടുക്കുക. = 13² - 5² എന്ന് പറഞ്ഞാൽ 169 - 25 എന്ന് വരും. അത് 144 എന്ന് വരും B². അപ്പോൾ ബി എന്താണ്? √144 ആണ്. അപ്പോൾ 12 ആണ് വരിക. ബി എന്താണ് വരിക? 12 ആണ്. കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം. മൈനർ ആക്സിസിൻ്റെ നീളം എന്താ? അത് 2b ആണ്. 2 × b എത്രയാ? 2 × 12 24 ആണ് മൈനർ ആക്സിസിൻ്റെ നീളം. ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം എന്താ? 2 × B²/a ആണ്. 2 × B² എന്ന് പറഞ്ഞാൽ 144 ആണ്. a എന്ന് പറഞ്ഞാൽ a എന്താണ്? a 13 ആണ്. അപ്പം അറൗണ്ട് 22 പോയിന്റ് സംതിങ് എങ്ങാണ്ടാണ് കിട്ടുന്നത്. അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിനകത്ത് 22.15 സംതിങ്. പിന്നെ എസെൻട്രിസിറ്റി ചോദിച്ചിട്ടുണ്ട്. അവിടെ ചോദിച്ചതൊക്കെ നമുക്ക് കാണാം. അവിടെ എന്ത് കണ്ടിട്ടുണ്ട്? എസെൻട്രിസിറ്റി കണ്ടിട്ടുണ്ട്. മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ലാറ്റസ് റെക്റ്റം, എസെൻട്രിസിറ്റി കാണാനാണ്. എസെൻട്രിസിറ്റിയും കൂടി കഴിഞ്ഞാൽ ആ ചോദ്യം റെഡിയായി. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/a ആണ്. സി നമുക്ക് എന്താ കിട്ടിയിരുന്നത്? സി നമുക്ക് കിട്ടിയിരുന്നത് 5 ആണ് ഫോക്കസ് പോയിന്റ്. C/a എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ എസെൻട്രിസിറ്റി ഇവിടെ തന്നെ ചെയ്യാം. C/a. സി എന്ന് പറഞ്ഞാൽ 5, എ എന്ന് പറഞ്ഞാൽ 13. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? എലിപ്സിൻ്റെ കേസിൽ ഇവരെന്ത് ചെയ്തു? ഫോക്കസ് തന്നു. ഫോക്കസ് എന്ന് പറഞ്ഞാൽ C ആണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തുക? C ആണ്. അപ്പോൾ C 5 ആണ്. അപ്പോൾ C² ഇക്വേഷൻ പഠിക്കണം. എലിപ്സിൻ്റെ കേസിൽ C² = A² - B². അപ്പോൾ സോ നമ്മുടെ മേജർ ആക്സിസിൻ്റെ നീളമാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് മൈനർ ആക്സിസിൻ്റെ നീളം കാണാൻ 2b ചെയ്തു. ലാറ്റസ് റെക്റ്റം കാണാൻ എന്താണ്? 2 × B²/a ചെയ്തു. സെറ്റായി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 22.5 എങ്ങാണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റ്. ഞാൻ അതിൻ്റെ ചെയ്യുന്ന രീതികളെല്ലാം എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ കാര്യങ്ങളെല്ലാം. ഇനി എന്താണ്? എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ തന്നു. കണ്ടോ? ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളോട് ബാക്കി കോർഡിനേറ്റ്സ്, ഫോസൈ, വെർട്ടിസസ്, എസെൻട്രിസിറ്റി ഒക്കെ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇക്വേഷനിൽ വലുത് നോക്കുക. താഴെ ഇതാണ് 25 ആണ് താഴെ വലുത്. അപ്പോൾ അതാണ് A² 25 ആണ്. എ അതിൻ്റെ റൂട്ട് എടുക്കണം. A √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം ഇതിനകത്ത് എലിപ്സിൻ്റെ കേസ്, രണ്ടാമത്തെ കേസിൽ എന്താണ്? എലിപ്സിൻ്റെ ഇക്വേഷൻ തന്ന കേസാണ്. ഇക്വേഷൻ തന്ന കേസ് ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് വലുത് ഏതാ നോക്കുക അടിയിൽ. അപ്പം 25 ആണ്. അതിനാണ് A² എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ എ എന്താണ് വരിക? √25 ആണ്. 5 എന്ന് വരും. ബി എന്ത് വരും? B² ആണ് 9. ബി എന്ത് വരും? √9 എന്ന് വരും. ബി അപ്പം 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്ത് സംഗതി എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്ത് കിട്ടിയിട്ടുണ്ട്? എയും ബിയും കിട്ടിയിട്ടുണ്ട്. ഇനി സി കണ്ടുപിടിക്കണം. സി എങ്ങനെയാണ്? C² = A² - B² ആണ്. അപ്പോൾ C² കാണാൻ A² എത്രയാ? 25 ആണ്. B² എത്രയാ? 9 ആണ്. അപ്പോൾ 25 - 9 കുറച്ചാൽ 16 ആണ്. അപ്പോൾ C² 16 ആണെങ്കിൽ സി എന്താണ്? √16 ആണ്. 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി ഫോക്കസ് പോയിന്റ് കണ്ടൂടെ? ഇത് എലിപ്സ് എവിടെയാണ്? എ എവിടെയാണ്? എക്സിലാണ്. കണ്ടില്ലേ? എക്സിലാണ് വലുത്. അപ്പോൾ എലിപ്സ് എക്സിലാണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ് പോയിന്റ് നമുക്ക് ഈ 4 വെച്ചിട്ട് +or-4 - 40 എന്നാണ് എക്സിലെ പോയിന്റ് പറയുക. അതായത് എലിപ്സ് നോക്കൂ നിങ്ങൾ, എക്സിൻ്റെ താഴെയാണ് വലിയ സംഖ്യ. അതിനർത്ഥം എലിപ്സ് എക്സിലാണെന്നാണ്. അപ്പോൾ ഫോക്കസ് പോയിന്റ് പറയുമ്പോൾ ആദ്യം ഈ പോയിന്റ് പ്ലസ് ആദ്യത്തെ പോയിന്റാക്കി, എക്സിൻ്റെ പോയിന്റാക്കി പറയണം. ഇനി വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എ ആണ്. എ 5 അല്ലേ? അപ്പോൾ +or-5 ആണ്. എലിപ്സിന് ഇങ്ങോട്ടും ഇവിടെയും അതിൻ്റെ വെർട്ടെക്സ് പോയിന്റുകൾ ഉണ്ടാവും. അപ്പോൾ +or-50 എന്നാണ് വെർട്ടെക്സ് പോയിന്റ് വരും. ഇനി അതിനകത്ത് പിന്നെന്താ കാണാൻ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഒക്കെ കാണാനാണ്. വേറെ എന്തെങ്കിലും അതിനകത്ത് കാണാനുണ്ടോ? എസെൻട്രിസിറ്റി. അപ്പോൾ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/a ആണ്. സി എത്രയാ കിട്ടി? 4 ആണ്. A എത്രയാ കിട്ടി? A എത്രയാ? 3 ആണ്. അപ്പോൾ എസെൻട്രിസിറ്റി 4/3 കിട്ടും. ദെൻ ലാറ്റസ് റെക്റ്റം 2 × B²/a ആണ്. 2 × B² എന്ന് പറഞ്ഞാൽ 9 ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A നമുക്കിവിടെ 25 ആണ്.
അപ്പം എ എന്ന് പറഞ്ഞാൽ ഈ എ സ്ക്വയർ ആണ് 25, എ 5 അപ്പം 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 18/5 എന്ന് കിട്ടും. അപ്പോൾ അതും നിങ്ങൾക്ക് സെറ്റായി. അപ്പോൾ അതാണ്. ഇനി ഇതിനകത്ത് എലിപ്സിൻ്റെ കേസിൽ മറ്റൊരു രീതിയിൽ ഇത് കണ്ടോ എലിപ്സ്, ഇത് നമ്മൾ ആസ് യൂഷ്വൽ ഇതിനകത്ത് ഞാനിപ്പം കണ്ടതൊക്കെ ഇവിടെ എഴുതിയതാണ് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വേറൊരു എലിപ്സാണ് കണ്ടോ. ഈ എലിപ്സിൽ എക്സിൻ്റെ താഴെ ചെറിയ സംഖ്യയാണ്, വൈൻ്റെ താഴെയാണ് വലുത്. അപ്പോൾ ഇതാണ് എ. അപ്പോൾ എലിപ്സ് വൈയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ 25ൻ്റെ റൂട്ട് എടുത്ത് എ കിട്ടുമല്ലോ. ഇനി ബി സ്ക്വയർ ആണ് 4, അത് ബി 2 കിട്ടും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സിൻ്റെ താഴെ ഉള്ളത് ഏതാണ് വലുത്, അതാണ് എ. അപ്പോൾ വലുത് ഇവിടെ 25 അതിൻ്റെ റൂട്ട് എടുക്കുക 5 എ. പിന്നെ മറ്റത് ബി ആണ്. ഇനി സി സ്ക്വയർ കാണണം, അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ റൂട്ട് 21 എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിനെ ഫോക്കസ് പോയിന്റ്, ഇത് എലിപ്സ് ഏതിലാണ്, വൈയിലാണ് വലുത്, വൈയിലാണ്. അപ്പോൾ നമ്മൾ ബൈ പോയിന്റ് ആക്കിയിട്ട് വേണം ഫോക്കസ് പോയിന്റ് പറയാൻ. ദെൻ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടെക്സ്, ഇതിനകത്ത് വെർട്ടെക്സ് പിന്നെ നമ്മൾ ആസച്ച് ഇത് എ പോയിന്റ് അല്ലേ, അതും വെർട്ടെക്സ് ഇപ്പോൾ എന്തിലാണ്, വെർട്ടെക്സ് ഇത് വൈയിലാണ്. അപ്പോൾ വൈയിൻ്റെ പോയിന്റ് ആക്കിയിട്ട് പറയണം. 0 ± 5 കാണുന്നില്ലേ, 0 ± 5ഉം നമുക്ക് സി പോയിന്റ് കിട്ടിയതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, സി പോയിന്റ് കിട്ടിയതാണ് ഇതിൻ്റെ ഫോക്കസ് വരുന്നത്. പിന്നെ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A. അപ്പോൾ സി എന്താ കിട്ടിയ, റൂട്ട് 21/A എന്താ 5, റൂട്ട് 21/5 എന്ന് കിട്ടും. റൂട്ട് 21/5. ലാറ്റസ് റെക്റ്റം 2 ഇൻറ്റു ബി സ്ക്വയർ/A ആണ്. 2 ഇൻറ്റു ബി സ്ക്വയർ എന്താ, ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 അപ്പോൾ 2 ഇൻറ്റു 4/A എന്താ, A 5 അപ്പോൾ 8/5 എന്ന് കിട്ടും ലാറ്റസ് റെക്റ്റത്തിൻ്റെ നീളം യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എലിപ്സിനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എലിപ്സ് ഭയങ്കര സിമ്പിളാണ്. എലിപ്സിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, 25 + y²/9 = എന്നാണെങ്കിൽ ഇതിപ്പം എക്സിലാണ് എലിപ്സ്, കാരണം എക്സിൻ്റെ താഴെയാണ് വലുത്. ഇതാണ് എ ആണ്, ഇപ്പം എ സ്ക്വയർ ആണ് 25, എ 5 ആണ്. ബി സ്ക്വയർ ആണ് 9, ബി എന്താണ് 3 ആണ്. ഇനി ഇക്വേഷൻ സി സ്ക്വയർ കാണാൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യാം. ഇനി എലിപ്സ് ഇങ്ങനെയാണെങ്കിലോ x² 4 + y²/9 = കണ്ടോ, വൈൻ്റെ താഴെയാണ് വലുത്. അപ്പോൾ ഇതാണ് എ. ഇതിൻ്റെ 3 എന്ന് കിട്ടും, ഇതിൻ്റെ റൂട്ട് എടുക്കുക. ബി അപ്പം 2 എന്ന് കിട്ടും, ഇതിൻ്റെ റൂട്ട് എടുക്കുക. അതായത് എലിപ്സ് എവിടെ കിടക്കുന്നുണ്ട്, വൈയിലാണ് കിടക്കുന്നത്. അപ്പോൾ എ അതാണ് എടുക്കണം. അപ്പോൾ എലിപ്സിൻ്റെ ഫോക്കസ് പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇതിന് സി കണ്ടുപിടിക്കണമല്ലോ. C² = A² - B² കൊണ്ട് സി കണ്ടുപിടിച്ചാലേ എലിപ്സ് നമുക്ക് വലിയ വാല്യൂ വൈയിലാണ്, വൈയിൻ്റെ താഴെയാണ് അടിയിൽ വലുത് 9. അപ്പോൾ അതുകൊണ്ട് എലിപ്സ് ഫോക്കസ് പോയിന്റ് എവിടെയാണെന്ന് അറിയാം. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഫോക്കസ് പോയിന്റ് ± y പോയിന്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പറയാൻ. 0, ± എന്ന് പറഞ്ഞിട്ട് വേണം വെർട്ടെക്സും ഫോക്കസ് ഒക്കെ പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അതിനകത്ത് വരാം, ചോദിക്കാം. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക. എലിപ്സിൻ്റെ 2 ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ളതും ഇനി ഫോക്കസ് തന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാനുള്ളതും ഒക്കെ അതിനകത്ത് നമ്മൾ ഇനിയിപ്പം ഇതിനകത്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമല്ലേ. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്തു, ബി കിട്ടി 24, ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബി എന്ത് കിട്ടിയിട്ടുണ്ട്, 12 കിട്ടി. എയും ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക? എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/ ഇത് ഏതിലാണ് എലിപ്സ് നോക്കുക, എലിപ്സ് ഫോക്കസ് എക്സിലാണ്, കണ്ടോ എലിപ്സ് എക്സിലാണ്. അപ്പോൾ x² അവിടെ തന്ന വലിയ വാല്യൂ ഏതിൽ കാണിക്കണം, മേജർ ആക്സിസ് 13 ആണ്. അപ്പോൾ x² 13a², കാരണം a 13 ആണ്, പ്ലസ് y² ബി എന്താ അവിടെ കിട്ടിയിട്ടുള്ളത്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിനകത്ത് നിന്ന് എന്തായിരുന്നു കണ്ടുപിടിച്ചത് 12. അപ്പോൾ B² എന്ന് പറഞ്ഞാൽ 12². അപ്പോൾ നമുക്ക് മനസ്സിലാവും എലിപ്സ് എക്സിലാണ്. അപ്പം അതിനകത്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഏതിലാണോ എലിപ്സ് നോക്കുക, ഫോക്കസ് പോയിന്റ് നോക്കിയിട്ട്, ഫോക്കസ് പോയിന്റ് ±5 ഇതിലാണെങ്കിൽ ഇത് എക്സിലാണ്. അപ്പോൾ എക്സിൻ്റെ താഴെയാണ് വലിയ വാല്യൂ എഴുതേണ്ടത്, വൈന് താഴെ ചെറുത്. അങ്ങനെയാണ് ഇക്വേഷൻ. അപ്പോൾ എന്തായാലും ഇതുപോലെ എഴുതുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.